മോഡിയുടെ ഒപ്പ് തരാമെങ്കിൽ ബീഹാർ ഗവൺമെന്റിന്റെ ഒപ്പ് നമുക്ക് ലഭിച്ചു എങ്കിൽ, ഒറീസയിൽ നമുക്ക് ഒപ്പ് ലഭിച്ചു എങ്കിൽ, ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ കളിപ്പിച്ച് നമ്മളെ പുറന്തള്ളുകയാണെങ്കിൽ ആ പരിപ്പ് ഇനി ഇവിടെ പോല. അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തമാശ പറയുന്നതല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കക്ഷിയില്ല. ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സമുദായത്തിന് ഗുണം ചെയ്യാം. ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല, ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും ജൈനനും ബുദ്ധനും ആര് കടന്നു വന്നാലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട്. ജനറൽ സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നുകൂടാ? അപ്പോൾ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വളർന്നുകൂടാ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ കുറച്ചൊക്കെ വളർന്നാലും മതഭൗതിക വിദ്യാഭ്യാസം ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകൾ ഇവിടെ വളർന്നുകൂടാ എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്ര കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മുസൽമാന്മാർക്ക് വേണ്ട, ഇമാം നബി പഠിപ്പിക്കാത്ത, ഇമാം മുഅ്തലി പഠിപ്പിക്കാത്ത, ഇമാം റാഫി പഠിപ്പിക്കാത്ത ഒരു വിഷയം നമുക്ക് കാണാൻ സാധ്യമല്ല. അതെല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചതാണ് എങ്കിൽ ആ ഇമാം ഷാഫി തങ്ങൾ പഠിക്കാത്ത, അവിടുന്ന് പറയാത്ത ഒരു ഭൗതികവും അഭൗതികവും ഒറ്റ കാര്യവും ഇവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം.